ഇന്ന് 2025 സെപ്റ്റംബർ 22 റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% നികുതി ചുമത്തുമ്പോൾ മറുവശത്ത് കേന്ദ്ര സർക്കാർ നികുതി വെട്ടിച്ചുരുക്കുകയാണ്. ഇന്ത്യയുടെ പുതിയ നികുതി പരിഷ്കരണം ഇന്നു മുതൽ നിലവിൽ വന്നു. ഇന്ത്യയിൽ GST സംവിധാനം നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 മുതലാണ്. 5%, 12%, 18%, 28% എന്നീ 4 നികുതി സ്ലാബുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ GST പരിഷ്കരണത്തിലൂടെ 5%, 18% എന്നീ 2 സ്ലാബുകൾ മാത്രമാവും ഇനിയുണ്ടാകുക. അതോടൊപ്പം തന്നെ 40% ലക്ഷറി സ്ലാബും ഇനി മുതൽ ഉണ്ടായിരിക്കും. 5% നികുതി ചുമത്തിയിരുന്ന നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പാൽ, പനീർ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് മുതലായവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. TV, AC മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST 28% നിന്നും 18%, 12% മുതൽ 18% വരെ GST ഉണ്ടായിരുന്ന കാർഷിക ഉപകരണങ്ങൾക്ക് 5% GST കുറച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വലിയൊരു ആശ്വാസമാണ് പുതിയ GST പരിഷ്കരണത്തിലൂടെ നമുക്ക് ലഭിക്കുക. 12% നികുതി ഉണ്ടായിരുന്ന 33ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇനി മുതൽ നികുതിയില്ല. കൂടാതെ മറ്റു മരുന്നുകൾക്ക് 12% നിന്നും 5% നികുതി കുറച്ചു. 18% നികുതിയുണ്ടായിരുന്ന ടേം ഹെൽത്ത് ഇൻഷുറൻസുകളെ GSTയിൽ നിന്നും ഇനി മുതൽ ഒഴിവാക്കി. കാറുകൾക്കും വില കുറയും. 28% GST ഉണ്ടായിരുന്ന കാറുകൾ ഇനി മുതൽ 18% GSTയിലായിരിക്കും ഉൾപ്പെടുക. എന്നാൽ ആഡംബര കാറുകൾ, 350 cc മേലെ വരുന്ന മോട്ടോർ ബൈക്കുകൾ, സിഗരറ്റ്, പാൻ മസാല, കൊക്കക്കോള, പെപ്സി മുതലായ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ തുടങ്ങിയവയ്ക്ക് 40% ലക്ഷറി സ്ലാബ് ഉൾപ്പെടുത്തി. ഈ പുതിയ ചരക്കു സേവന നികുതി സമ്പ്രദായം ഇന്ത്യൻ വാണിജ്യ വ്യവസ്ഥയ്ക്ക് ഒരു പുത്തൻ ഉണർവാകട്ടെ. ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.